നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് ഡിവൈൻ എനർജി എന്തൊക്കെയാണെന്നാണ് കേട്ടോ. കുറച്ച് ദിവസമായി നമ്മൾ യൂണിവേഴ്സൽ മെസ്സേജ് എടുത്തിട്ട് ജോലിയുടെ തിരക്കും കാര്യങ്ങളും കൊണ്ടാണ് കേട്ടോ എനിക്ക് എടുക്കാൻ പറ്റാത്തത്. റീഡിങ്സുകളൊക്കെ ചെറുതായിട്ട് ബ്ലോക്ക് ആവാൻ നമുക്ക് ജോലിയിൽ കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ വരുന്നത് കൊണ്ടാണ്. കുറേ പേര് മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു, എനിക്ക് റിപ്ലൈ പോലും തരാൻ പറ്റിയില്ല കേട്ടോ. ഇനി മാക്സിമം എടുക്കാൻ ശ്രമിക്കും ഞാൻ. പിന്നെ ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് ചുമ്മാ ഇരുന്ന് വായിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ. എന്തായാലും നമുക്ക് നോക്കാം. ഇത് നിങ്ങളുടെ കറൻറ്റ് എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടൊരു റീഡിങ്സ് കിട്ടാൻ നിങ്ങളുടെ കറൻറ്റ് സമയത്തെക്കുറിച്ചും ലൈഫിൽ ഇപ്പോൾ കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരണമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നല്ലൊരു ഗൈഡൻസ് ആണ് നമ്മൾ യൂണിവേഴ്സൽ മെസ്സേജിൽ എടുക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെയാണ് നോക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നൊക്കെ ഉള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കണം. നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരാനായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ഉള്ളിലെ സംശയങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമായിട്ടൊക്കെ നിങ്ങൾക്ക് സഹായകരമായിരിക്കും. കരിയറിനെ കുറിച്ചാണേലും സാമ്പത്തികത്തെക്കുറിച്ചാണേലും ബന്ധങ്ങളെക്കുറിച്ചാണേലും ഹെൽത്തിനെയും വെൽത്തിനെയൊക്കെ എല്ലാ കാര്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു ക്ലാരിറ്റി ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അതുപോലെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇടുന്നുണ്ട്. മണി അഫർമേഷൻസ് എപ്പോഴും ചൊല്ലാൻ പറ്റി അത്രയും നല്ലതായിരിക്കും. പണത്തിൻ്റെ ബാഡ് കർമ്മ, അതായത് നമ്മുടെ ലൈഫിൽ പണം ബ്ലോക്കേജ് വരുന്നത്, പണം കൈകാര്യം ചെയ്യാൻ പറ്റാത്തത്, കയ്യിൽ വരുന്നത് നിലനിൽക്കാതെ മറ്റാവശ്യമില്ലാത്ത രീതിയിൽ കയ്യിൽ നിന്ന് പോകുന്നതിനെല്ലാം പരിഹാരമാണ് മണി അഫർമേഷൻസ്. 100% നിങ്ങൾക്കത് ഉപകാരപ്രദമാണ്. തീർച്ചയായിട്ടും അത് ചൊല്ലുക. വരാഹി മന്ത്രം എന്ന് പറയുന്നത് ശത്രുവിനെയും ഡെവിൾ എനർജീനെയൊക്കെ നിങ്ങൾക്ക് മറികടക്കാനുള്ള ഒരു എനർജിയാണ്. അതായത് ആഗ്രഹങ്ങളൊക്കെ, നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് സാധിക്കാനൊക്കെ വരാഹി മന്ത്രം ഉപകാരപ്പെടും. പിന്നെ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ അഫർമേഷൻസ് തീർച്ചയായിട്ടും എഴുതുക. നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളൊരു പേപ്പറിൽ എപ്പോഴും എഴുതുക. ഒരു ദിവസത്തെ വരുമാനം, ഒരാഴ്ചത്തെ വരുമാനം, ഒരു മാസത്തെ വരുമാനം, ഒരു വർഷം നിങ്ങളിൽ വരേണ്ട മാറ്റങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലുമൊക്കെ വിവാഹ ബ്ലോക്കേജ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ അഫർമേഷൻസ് ആയിട്ട് എഴുതിയാൽ മതി. 100% നിങ്ങൾക്ക് മാറ്റം വരും. ഞാൻ എഴുതി ഒപ്പുവെച്ച് തരാം. നിറഞ്ഞ മനസ്സോടെയും ആത്മാർത്ഥതയോടും കൂടി നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ഫലം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. എന്ത് കാര്യമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഒരു വീട് വാങ്ങാനായിക്കോട്ടെ, സ്ഥലം വാങ്ങാനായിക്കോട്ടെ, ഇനിയിപ്പോൾ വീട്ടിലേക്ക് വരാനൊരു വഴി കിട്ടാൻ വേണ്ടിയിട്ടായിക്കോട്ടെ, ഒരു വാഹനം മേടിക്കാനായിക്കോട്ടെ, ഒരു ഫോൺ മേടിക്കാനായിക്കോട്ടെ, ഇഷ്ടപ്പെട്ടൊരു വസ്ത്രം മേടിക്കാനായിക്കോട്ടെ, സ്വർണം മേടിക്കാനായിക്കോട്ടെ, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തൊക്കെയാണോ ലൈഫിൽ വേണ്ടത് അത് അഫർമേഷൻസ് ആയിട്ട് എഴുതിക്കൊള്ളുക. 100% നിങ്ങൾക്ക് മാറ്റം വരും. നിങ്ങൾക്ക് അർഹതയുള്ളത് നിങ്ങളിലേക്ക് പ്രപഞ്ചശക്തി തരും. നമ്മളത് ആവശ്യപ്പെടുന്നതനുസരിച്ച് അളവും തൂക്കവും എല്ലാം നോക്കിയെന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും അത് ചെയ്യുക കേട്ടോ. നമുക്ക് ഇന്നത്തെ റീഡിങ്സിനകത്ത് 6 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിരിക്കുന്ന ഒരു റീയൂണിയൻ പ്രസൻസ് ആണ് കേട്ടോ കാണുന്നത്. പാസ്റ്റിൽ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് കാലഘട്ടത്തെയോ നിങ്ങളുടെ മുൻകാലങ്ങളിലോ ഉള്ള ഒരു ബന്ധം, ഒരു എന്താ പറയുക, ഒരു ബന്ധം പുതുക്കുന്നതിനുള്ള ഒരു യോഗം ഇന്നത്തെ ദിവസമുണ്ട്. ഒരു പഴയ കാല ഓർമ്മകളിലേക്ക് ഇന്ന് പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച ഒരു വ്യക്തിയുടെ പ്രസൻസ് ആയിരിക്കാം. നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ, നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമോഷണലി ഒരു സപ്പോർട്ട് ലഭിച്ചിരുന്ന, നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ കണക്റ്റഡായ ഒരു വ്യക്തിയുടെ പ്രസൻസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് കൂടിയാണ് കേട്ടോ. ഒരു സോൾ എനർജിയുടെ പ്രസൻസ് കൂടിയാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു സംതിങ് റോങ് എനർജി, ഒരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതയോ മറ്റുള്ളവരുടെ
ഇടപെടലിൻ്റെ പുറത്തോ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വിള്ളൽ, ഒരു ട്രാജഡി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദുരന്തം നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നേരിട്ട ഒരു ബന്ധവുമാവാം ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് റീകണക്റ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ മുന്നിലുള്ള ഒരുപാട് എനർജികളെ വെച്ച് നോക്കുമ്പം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിച്ച ഒരു വ്യക്തിയുടെ പ്രസൻസാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്നതായിട്ട് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾ എപ്പോഴും കാത്തിരുന്ന, ഒരു ഫ്യൂച്ചറിലെങ്കിലും നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്ന് നിങ്ങൾ ആഴത്തിൽ ചിന്തിച്ച, ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത്. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ വന്ന ആ ഒരു തടസ്സങ്ങൾ, ആ ഒരു കാര്യങ്ങൾ മാറിക്കിട്ടുന്നുണ്ട്. അതുപോലെ ഒരു പ്രതീക്ഷ, ഫ്യൂച്ചറിലേക്ക് ഇതിനെ ഫ്യൂച്ചർ വരെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദ ഹെയറോഫിൻ്റിൻ്റെ എനർജി കൂടി കണക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു വിവാഹം പോലുള്ളൊരു എനർജീനെ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ ചർച്ചയെയും അതിനകത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നത അവസാനിക്കുന്ന, ഒരു ഗുരുസ്ഥാനീയനായ ഒരു പുരോഹിതൻ എന്നൊരു സ്ഥാനത്ത് നിൽക്കുന്ന അറിവുള്ള ഒരു വ്യക്തിയുടെ പ്രസൻസ് കൂടി നിങ്ങളുടെ ലൈഫിൽ ഇന്ന് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. ചിലരെ സംബന്ധിച്ച് ഒരു പക്ഷേ ഇന്നൊരു വിവാഹത്തിൻ്റെ ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന ഭാര്യഭർത്തൃബന്ധത്തിൻ്റെ ഇടയിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾക്കൊക്കെ ഇന്ന് വളരെ ശക്തമാകുന്നൊരു പരിഹാരം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഒരു സെക്കൻഡ് ചാൻസ് എനർജി, രണ്ടാമതൊരു അവസരം കൂടി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന. ജീവിതത്തിൽ ഒരു മാറ്റം എന്ന് വരുന്നുണ്ട് കേട്ടോ. ഇന്നൊരു പോസിറ്റീവായ ചില വീഴ്ചകളിൽ നിന്നും മാറ്റങ്ങൾ സംഭവിക്കുന്നു, ഉയർച്ചകളിലേക്ക് വരുന്നു, തിരിച്ചറിവുകൾ ഉണ്ടാകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഒരു ആഗ്രഹം, ഒരു പാഷൻ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് സാധ്യമാവുന്നുണ്ട് കേട്ടോ. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ഒരു കാര്യം ഇന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊരു പക്ഷേ എല്ലാം ഒരു മധ്യസ്ഥതയിലൂടെയാണ് കേട്ടോ. മറ്റൊരാളുടെ ഒരു പ്രസൻസ് കൂടി ഉണ്ട് അതിനകത്തെന്നാണ് കാണാൻ സാധിക്കുന്നത്. ബ്ലോക്കായിട്ട് നിന്ന്, അതായത് അടഞ്ഞു കിടന്ന ചില വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് തുറക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ഇന്ന് നിങ്ങളൊരു പക്ഷേ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടൊരു ദേവാലയം സന്ദർശിക്കാൻ, ഏതെങ്കിലും ക്ഷേത്രത്തിൽ സന്ദർശനമോ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ, ഒരു ആഗ്രഹ സാഫല്യം, നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം പോയി കാണാനുള്ള യോഗമൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. പ്രശ്നങ്ങൾക്ക് പരിഹാരം, നിങ്ങളിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ലൊരു അഡ്വൈസ് തേടണം കേട്ടോ. നിങ്ങളുടെ ലൈഫിലൊരു ബ്ലോക്കേജ് വരുന്ന എനർജിയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് നല്ലൊരു അഡ്വൈസ് തേടേണ്ട സമയമായിട്ടും നമുക്ക് കാണുന്നുണ്ട്. എന്താണെങ്കിലും നല്ലൊരു പോസിറ്റീവായ ചില ഇടങ്ങളിൽ ഇന്ന് എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്. നല്ല ഉപദേശങ്ങളുടെ ഒരു സാന്നിധ്യം, നല്ലൊരു മോട്ടിവേഷൻ ഇന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട്. ലൈഫിൽ ചില ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ ഇന്ന് ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിനുള്ളൊരു യോഗം കാണുന്നുണ്ട്. എന്താണേലും വളരെ പോസിറ്റീവായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കണക്റ്റഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. ദ വേൾഡ് കാർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ പൊസിഷൻ, നിങ്ങൾ ഏത് സ്ഥാനത്താണോ ഇരിക്കുന്നത് അവിടെ നിങ്ങൾക്കിന്നൊരു വാല്യൂ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരു ഗാർഡിയൻ എനർജി ആയിക്കോട്ടെ, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിക്കോട്ടെ, രാഷ്ട്രീയപരമായിട്ടൊക്കെ അതായത് പബ്ലിക്കായിട്ടൊക്കെ ഇറങ്ങി നടക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, എന്താണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പൊസിഷനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഒരു നിരാശയോ എന്തെങ്കിലും പ്രോബ്ലംസൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ, ഇമോഷണലി എവിടെന്നെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവ് ആകുന്ന ചില കാര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ആരെങ്കിലുമൊക്കെ നിങ്ങൾ വിശ്വസിച്ചിരുന്നവരിൽ നിന്നൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ സാഹചര്യമൊക്കെ നിങ്ങൾക്കിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട് കേട്ടോ. നിങ്ങളൊരു ട്രാപ്പ് എനർജിയിൽ നിന്നും പുറത്ത് കടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു സക്സസിൻ്റെ, വിജയത്തിൻ്റെ ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ദ ടവർ എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട്. പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ട സമയമായി കേട്ടോ. ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റപ്പെടേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ചില കാര്യങ്ങളെ ഇന്ന് എടുത്തു മാറ്റുന്നൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾ വളരെ ആഴത്തിൽ വിശ്വസിച്ചിരുന്ന ചില വ്യക്തികളുടെ പ്രസൻസ്
നിങ്ങൾ ആഴത്തിൽ ചിന്തിച്ചിരുന്ന വിശ്വസിച്ചിരുന്ന ചില വ്യക്തികളുടെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ നിന്നും എടുത്തു മാറ്റുന്നു, ഒഴിവാക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തടസ്സങ്ങൾ, പ്രതിസന്ധികൾ മറികടക്കേണ്ട സമയമായി, ജീവിതത്തിൽ നിന്നും ചില വ്യക്തികളെ നിങ്ങൾ ഒഴിവാക്കേണ്ട സമയമായി എന്നുള്ള ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാവണമെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ശക്തമാകുന്ന ഒരു നിലനിൽപ്പുണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുടെ ബന്ധങ്ങളിൽ നിങ്ങളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ചില സാഹചര്യങ്ങളെ നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റേണ്ടതായിട്ടുണ്ട്. അതൊരു പക്ഷേ നിങ്ങൾക്ക് ഇന്ന് തൊട്ട് മനസ്സിലാകാൻ സാധ്യതയുണ്ട്. നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചില ശത്രുക്കളുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അവിടെ ഒരു ബൗണ്ടറി തീർക്കണം. കാരണം വളരെയധികം സെലിബ്രേഷൻ, വളരെ ഹാപ്പിനെസ്സോടു കൂടിയാണ് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നത്. പക്ഷെ അവിടെ ചതിയുണ്ട്, നിങ്ങളുടെ വീഴ്ച ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ചതിപ്രയോഗമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ഡിവൈൻ തന്നെ അത് ഒരു പക്ഷേ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിക്കളയും കേട്ടോ. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഒരു ചേഞ്ചിങ്ങിൻ്റെ എനർജി വരുന്നുണ്ട്. ദ ചാരിയേറ്റ് എനർജി വന്നിട്ടുണ്ട്. കർമ്മ ബേസാണ് കേട്ടോ. ചിലതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേരിടുന്നത് കർമ്മ ബേസാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ കറൻറ്റിൽ എന്തെങ്കിലും വലിയ വലിയ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ വല്ലാത്ത പെയിൻ എനർജി, മറ്റുള്ളവരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള തകർച്ചകൾക്ക് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു നെഗറ്റിവിറ്റി നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഒരു കർമ്മ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. അതായത് ഒരു ഡബിൾ എനർജി പ്രസൻസ് ആണ് കേട്ടോ കർമ്മയായിട്ട് വന്നിരിക്കുന്ന. പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ഒരു ഇമോഷണൽ പെയിൻ എനർജി നിങ്ങൾ നേരിടുന്നുണ്ട്. അത് നിങ്ങളുടെ ഹെൽത്തിനെയും വെൽത്തിനെയും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധത്തിൽ നിങ്ങൾ കുടുങ്ങിക്കിടപ്പുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആവാം, സൗഹൃദ ബന്ധമാവാം, അല്ലെങ്കിൽ കരിയർ മേഖലയിലുള്ള ഏതെങ്കിലും വ്യക്തികളുടെ പ്രസൻസ് ആവാം. നിങ്ങൾ ബന്ധിക്കപ്പെട്ട പോലെ നിങ്ങളിൽ ഒരു നെഗറ്റീവ് വ്യക്തിയുടെ പ്രസൻസ് കുടുങ്ങി നിൽക്കുന്ന സാഹചര്യം കാണുന്നുണ്ട്. അവിടെ നിങ്ങളൊരു കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജി എടുക്കണം. അതായത് നോ പറയേണ്ടടുത്ത് നോ പറയണം, വേണ്ട എന്ന് വെക്കേണ്ടതിനെ വേണ്ട എന്ന് വെക്കണം, മാറി നിൽക്കേണ്ട പലയിടങ്ങളിൽ നിന്നും മാറി നിൽക്കണം എന്നുള്ളൊരു എനർജിയാണ് സ്ട്രോങ് ആയിട്ട് വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിനെയും വെൽത്തിനെയും അത് ബാധിക്കും. അത് രണ്ടിലും ബാധിച്ച ബാലൻസ് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വീഴ്ച സംഭവിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 10 ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് ബർഡൻ ഉണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം ഒരു ഒറ്റപ്പെടലൊക്കെ ചിലർ നേരിടേണ്ടി വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ഒറ്റപ്പെടേണ്ടി വരുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിങ്ങിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതിൽ നിങ്ങളോട് അസൂയുള്ള കുറച്ച് ആളുകളുടെ ഇടയിൽ നിങ്ങൾ ഒറ്റപ്പെടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ ലൈഫിൽ നിന്നും അവസാനിച്ചാൻ പറഞ്ഞില്ലേ, മുകളിൽ നമുക്ക് ചില വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉടനെ എടുത്ത് മാറ്റുന്നുണ്ട്. അത് ഇന്ന് മുതൽ അതിൻ്റെ ഒരു എനർജി കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് വേണ്ടാത്ത, നിങ്ങളെ തടസ്സം സൃഷ്ടിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്കുള്ള ട്രാവലിങ്ങിന്, യാത്രയിൽ തടസ്സം സൃഷ്ടിക്കുന്ന ചില വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റുന്നുണ്ട്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ അതൊരു ബർഡനായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലതൊക്കെ മാറിപ്പോകുന്നത് നിങ്ങൾക്ക് താങ്ങാൻ വയ്യാത്തൊരു പ്രഷർ എനർജി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ചിലത് അവസാനിക്കുന്നത് നിങ്ങൾക്കൊരു ഭാരമായിട്ട്, അതായത് അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. പക്ഷെ അത് മുന്നോട്ടേക്ക് നിങ്ങൾക്കൊരു വിജയമാണ് കേട്ടോ. നിങ്ങൾക്ക് രണ്ടാമതൊരു ഉയർച്ച വരുന്നത്, അതായത് നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ടും മറ്റുള്ളവർക്ക് ഇൻഫർമേഷൻസ് കിട്ടാതെ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഒരു അബണ്ടൻസ് ഉണ്ടാകും. ചില സാഹചര്യങ്ങളെ നിങ്ങൾ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്ര എഫോർട്ട് എടുത്താലും നിങ്ങൾക്ക് വീഴ്ചയെ വരുള്ളൂ. കാരണം നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങളുടെ നാശം കാണുക, നിങ്ങൾക്ക് എന്താ പറയുക, ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് നൽകുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത്. അപ്പോൾ ചിലതൊക്കെ അവസാനിക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിങ്, നിങ്ങളുടെ പ്രോഗ്രസ്സിന്, പുതിയ പുതിയ ഡിസിഷൻ എടുക്കാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയ്ക്കുള്ള ഒരു പാത ഓപ്പണിംഗ് ആകുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഏസ് ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അബണ്ടൻസ് ആണ് കേട്ടോ. ഇമോഷണൽ ബാലൻസ്, ഇമോഷണലി ഒരു അബണ്ടൻസിൻ്റെ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ
നമുക്കിവിടെ പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില ടോക്സിക് സിറ്റുവേഷൻസിൽ നിന്നും പുറത്തിറങ്ങണം കേട്ടോ. ചെറിയ ബ്ലോക്കേജുകൾ വരുത്തുന്ന, നിങ്ങളെ വല്ലാതെ സ്റ്റക്കാക്കുന്ന, നിങ്ങളെ ബ്ലോക്കാക്കി കളയുന്ന ചില സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാനുള്ള ഒരു യോഗം അല്ലെങ്കിൽ പുറത്ത് കടക്കേണ്ടതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ചില പുതിയ തുടക്കങ്ങൾ, ഇമോഷണലി നിങ്ങൾക്കൊരു പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദ ഡെവിൾ എനർജിയുടെ പ്രസൻസ് നിൽക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിൽ ചിലരൊക്കെ ഇമോഷണലി തകർന്നു പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എത്ര കൊണ്ടും സമാധാനമില്ലാതെ നിങ്ങളിങ്ങനെ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സിറ്റുവേഷൻസൊക്കെ വളരെ നല്ലതാണ്, പക്ഷെ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല. എല്ലാം ഉണ്ടായിട്ടും നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ലാത്തൊരു സാഹചര്യമുണ്ട്. കുറച്ച് ആളുകളിൽ മൂൺ എനർജിയുടെ നെഗറ്റിവിറ്റിയും ഡെവിൾ എനർജിയുടെ പ്രസൻസും ശത്രുദോഷവും കൂട്ടത്തിൽ നിങ്ങളെ വല്ലാതെ ഇമോഷണലി ഉള്ള ചില പ്രശ്നങ്ങളും കാർമിക് സമയവും ബാധിച്ച് നിൽക്കുന്ന കുറച്ച് ആളുകളെ കാണുന്നുണ്ട്. വളരെയധികം ശ്രദ്ധിക്കണം, നിങ്ങൾ പവർഫുൾ ആവണം. ചുറ്റും ശത്രുക്കളുടെ ഒരു പ്രസൻസ് നിങ്ങളിൽ കുറച്ച് ആളുകളുടെ എനർജിയിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഫോക്കസ് ചെയ്യുക, നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക കേട്ടോ. കാരണം നിങ്ങളെ ചതിക്കാൻ, നിങ്ങളെ ചീറ്റിംഗ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ വീഴ്ച കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. ഇതിനകത്തൊരു ഫാദർ എനർജിയുടെ പ്രസൻസ് നിങ്ങളിൽ ആർക്കൊക്കെയോ വളരെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു ഗാർഡിയൻ, ഓൾഡ് മാൻ്റെ എനർജി, അതൊരു പക്ഷേ ഫാദർ എനർജി ആവാം. നിങ്ങൾക്ക് താങ്ങായിട്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ എനർജി നിങ്ങൾക്കൊരു പോസിറ്റീവ് ഊർജ്ജമായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു എനർജി എന്ന് വെച്ചാൽ നല്ല പോലെ ഫോക്കസ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ലക്ഷ്യത്തെ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, പുറകോട്ട് പിന്മാറരുത്. ഇമോഷണലി നിങ്ങൾക്ക് ഓക്കെ ആവുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ അഫർമേഷൻസ് എഴുതുക, വരാഹി മന്ത്രം, വജ്രകോശം തീർച്ചയായിട്ടും എഴുതുക. കൂടാതെ തന്നെ നല്ല ശക്തമായ പ്രാർത്ഥന, നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നത് പോലെ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. അത് ക്ഷേത്രത്തിലായിക്കോട്ടെ, പള്ളിയിലായിക്കോട്ടെ, ഏത് രീതിയിലാണേലും നിങ്ങളിൽ ശക്തമായൊരു പ്രാർത്ഥന വേണം. കാരണം നിങ്ങളുടെ ഒരു വീഴ്ച മറ്റുള്ളവർ സന്തോഷിക്കാൻ ഇടവരരുത്. കാരണം നിങ്ങളെ ഒരു വരിഞ്ഞു മുറുക്കിയ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതായിട്ട് കാണുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരമൊക്കെ ഉള്ളവർ ദുർഗാദേവി ക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിക്കുന്ന നല്ലതാണ്. നരസിംഹമൂർത്തിക്ക് വഴിപാട് കഴിക്കുന്ന നല്ലതാണ്. ഭദ്രകാളി ദേവിയുടെ നടക്കൽ പോകുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതും വഴിപാട് കഴിക്കുന്നതും നല്ലതാണ്. നാഗദൈവങ്ങൾക്ക് വഴിപാട് കാര്യങ്ങൾ ചെയ്യുന്നതും നല്ലതാണ് കേട്ടോ. കാരണം അത്ര ശക്തമായ ശത്രുദോഷത്തിൻ്റെ പ്രസൻസ് നിങ്ങളിൽ കുറേ ആളുകളിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് നിങ്ങളെ ഇമോഷണലിയാണ് ഫസ്റ്റ് ബാധിക്കുന്നത്. അവിടെ നിന്നും പിന്നെ നിങ്ങളുടെ ഹെൽത്ത്, വെൽത്ത് എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യപ്പെടുമെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ ശക്തമായിട്ട് വീഴിക്കാൻ, നിങ്ങളെ ചീറ്റിംഗ് ചെയ്യാൻ നിങ്ങളോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ആളുകളുടെ പ്രസൻസ് ആണ് കാണുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. റിലേഷൻഷിപ്പുകളിൽ പോലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ശ്രദ്ധ കൊടുക്കുക എന്നാണ് കാണുന്നത്. നമുക്ക് ഇന്നത്തെ ദിവസം ഏഞ്ചൽസ് നൽകുന്ന ഗൈഡൻസ് വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് കേട്ടോ. തേർഡ് പാർട്ടി പ്രസൻസിലൊക്കെ പെട്ട് നിൽക്കുന്ന തേർഡ് സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ ബന്ധങ്ങളിലുണ്ട് എങ്കിൽ അതിൻ്റെ അടിവേര് പിഴുതെറിയപ്പെടുന്നുണ്ട് കേട്ടോ. അത് അടിസ്ഥാനപരമായിട്ട് തന്നെ പൂർണ്ണമായിട്ട് അവസാനിച്ച് പോകുന്നുണ്ട്. പക്ഷേ നെക്സ്റ്റ് മന്തൊക്കെ ആവട്ടെ, അടുത്ത മാസങ്ങൾക്കാണ് അത് സംഭവിക്കുന്നത്. റീകൺസിഡർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളൊരു പുനർവിചിന്തനം നടത്തണം. നിങ്ങളുടെ ഇപ്പോഴത്തെ സമയത്തെക്കുറിച്ചും നിങ്ങളുടെ കാലം എങ്ങനെയാണ് കടന്നു പോകുന്നതെന്നും നിങ്ങളിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. ഒരു പുനർവിചിന്തനം നടത്തുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് ശക്തമായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എനർജി വളരെ സ്ട്രോങ് ആക്കി എടുക്കുക. അതുപോലെ തന്നെ ഇഫ് യു ബിലീവ് എന്നാണ്, നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, നിങ്ങളിലൊരു ഉറച്ച തീരുമാനം, ഒരു അടിത്തറ ഇട്ടുകൊടുക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ഹാർട്ട് ബ്രോക്കൺ,
നിങ്ങളുടെ ഒരു പെയിൻ എനർജി, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേരിടുന്ന വെല്ലുവിളിയിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുമെന്നാണ് കാണുന്നത്. അതുപോലെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഏഞ്ചൽസിൻ്റെ എനർജിയിൽ. ചില പ്രശ്നങ്ങളിൽ നിന്നും അത് ആക്ഷൻ എടുക്കാനാണെങ്കിലും ചില സാഹചര്യങ്ങളിൽ നിന്ന് പുറത്ത് കടക്കാനാണെങ്കിലും നിങ്ങൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണ്ട, ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് സമാധാനപരമായിട്ട് കാര്യങ്ങൾ ഓക്കെ ആക്കി എടുക്കാമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. കാലം അനുകൂലമായി വരും. ഒറ്റ കാര്യം മാത്രം ചിന്തിക്കുക, നിങ്ങളിൽ ഒരു തെറ്റില്ലെങ്കിൽ, നിങ്ങൾ മറ്റൊരാൾക്ക് ദ്രോഹമായിട്ടോ മറ്റൊരാളുടെ വീഴ്ചയ്ക്കോ മറ്റൊരാളെക്കുറിച്ചോ ഒരു നെഗറ്റീവ് എനർജികൾ നിങ്ങളിൽ നിന്നും പോയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന പ്രകൃതി കണക്റ്റ് ചെയ്യും, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പം ആ ഒരു രീതിയിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക കേട്ടോ.